പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ ഹൃദയവുമെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. അവിടുത്തെ വചനം ശ്രവിക്കുവാൻ, ആ വചനം നമ്മിൽ പ്രവർത്തിക്കുവാൻ തക്കവിധം അത്യുന്നതനായ പിതാവേ, ഞങ്ങളുടെ മനസ്സ് തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും, നമ്മുടെ എല്ലാ ചിന്തകളിലും, വാക്കുകളിലും അത്യുന്നതനായ ദൈവപിതാവിന് സർവമഹത്വവും നമുക്ക് നൽകാം. അവിടുത്തെ അതിപരിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 89:1. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനൻ ഏറ്റുപറയുക, കർത്താവേ, എന്നും ഞാൻ അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. അപ്പോൾ സങ്കീർത്തകനായ ദാവീദിനെ കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ദാവീദ് ദൈവത്തിൻ്റെ വിശ്വസ്തത നിരന്തരം പ്രഘോഷിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയവനാണ്. അതുകൊണ്ട് ദാവീദിനോട് ചേർന്ന് ദാവീദ് നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിൽ പങ്കുകാരാകാൻ ദൈവം ആദിയിൽ തന്നെ തിരഞ്ഞെടുത്ത എല്ലാ ദൈവമക്കളും ദാവീദിനോടൊത്ത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ പ്രഘോഷിക്കട്ടെ. നമുക്ക് നമ്മുടെ അധരങ്ങൾ തുറന്ന് ദൈവത്തിൻ്റെ വിശ്വസ്തത പ്രഘോഷിക്കാം. അവിടുന്ന് വിശ്വസ്തനാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ അനുഭവമാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വിശ്വസ്തനായ ഒരാളെ നമുക്ക് താങ്ങായി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ശരിയല്ലേ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, രോഗങ്ങൾ അലോസരപ്പെടുത്തുമ്പോൾ, സാമ്പത്തികമായി ഞെരുക്കപ്പെടുമ്പോൾ, സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ, അങ്ങനെ ജീവിതത്തിൻ്റെ വേദനയേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ചായാനൊരു ചുമല്, വിശ്വസ്തമായ ഒരു ചുമല്, ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം ഒക്കെ ആഗ്രഹിക്കാറില്ലേ? പ്രിയപ്പെട്ടവരെ, എന്നാൽ മനുഷ്യൻ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മനുഷ്യരിലാണ് പലപ്പോഴും ആശ്രയിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഈ വിശ്വസ്തതയും നിത്യമായ സ്നേഹവും മനുഷ്യരിൽ നിന്ന് അവന് ലഭിച്ചിട്ടില്ല, ലഭിക്കുകയില്ല. കാരണം മനുഷ്യൻ കടന്നു പോകുന്നവനാണ്, മനുഷ്യന് മരണമുള്ളവനാണ്, മനുഷ്യനിൽ തിന്മയുണ്ട്, മനുഷ്യനിൽ അപൂർണതകളുണ്ട്, മനുഷ്യൻ അനേകം ബന്ധനങ്ങൾ അടിമപ്പെട്ടിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യനിലല്ല നാം ആശ്രയിക്കേണ്ടത് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. കാരണം ദൈവം അനാദി മുതൽ അനന്തത വരെ നിലനിൽക്കുന്നവനാണ്. അതെവിടെയോ എങ്ങോ ഉള്ള, ഒന്നിലും ബന്ധപ്പെടാതെ എല്ലാത്തിലും മാറി നിൽക്കുന്ന ഒരു ശക്തിയായിട്ടല്ല പരിശുദ്ധ ബൈബിൾ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. എല്ലാ നല്ല വികാരങ്ങളുമുള്ള, സ്നേഹവും കാരുണ്യവും വിശ്വസ്തതയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പച്ചയായ ഒരപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന വാത്സല്യനിധിയായ ഒരു പിതാവ്. അപ്പോൾ നാം ആശ്രയിക്കേണ്ടത് ആ ദൈവത്തെയാണ്. കാരണം അവിടുന്നാണ് വിശ്വസ്തനായ ദൈവം. അവിടുത്തെ വിശ്വസ്തത അനന്തമാണ്. ദൈവവചനത്തിലുടനീളം നമുക്കിത് കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ വ്യക്തിത്വം നമുക്ക് കാണാം. അവിടുന്ന് സൃഷ്ടികളെ വിന്യസിച്ചിരിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമുക്കറിയാൻ കഴിയും. എന്നാൽ ദൈവപിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവപിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ദൈവത്തിൻ്റെ ഏകജാതൻ
യേശു ക്രിസ്തുവാണ് പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അഥവാ ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനത്തിൻ്റെ ചുരുളഴിച്ച് നമുക്ക് ലഭിക്കുമ്പോഴാണ്, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കൊണ്ടുപോകുമ്പോഴാണ്, ദൈവവചനം നമുക്ക് തുറന്നു കിട്ടുമ്പോഴാണ് ദൈവപിതാവിനെ യഥാർത്ഥത്തിൽ നാം അറിയുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മുൻപിൽ ദൈവവചനം തുറന്നു കാണിക്കുന്ന ദൈവം, അത്യുന്നതനായ പിതാവ്, വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ വിശ്വസ്തതയെ പ്രഘോഷിക്കാം. പുറപ്പാട് 34:5-6. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും മോശയുടെ കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി: കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. അപ്പോൾ അത്യുന്നതനായ ദൈവം, നമ്മുടെ സ്വന്തം പിതാവായ ദൈവം, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനാണ്. എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും ആശ്രയിക്കാവുന്ന ഒരേ ഒരാളാണ് അവിടുന്ന്. അതുകൊണ്ട് അവിടുത്തെ പുത്രനെയും അവിടുത്തെ പുത്രിയെയും പരിശുദ്ധാത്മാവിനെയും അവിടുന്ന് അയക്കുന്നവരെയും നമുക്ക് ആശ്രയിക്കാം. നിയമാവർത്തനം 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. അവിടുന്നാണ് ഏക സത്യദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അപ്പോൾ നമ്മൾ പരിശോധിക്കണം, ദൈവം ആരോടാണ് വിശ്വസ്തൻ? അവിടുത്തെ സ്നേഹിക്കുകയും എല്ലാറ്റിലുമുപരി എല്ലാവരിലുമുപരി ദൈവത്തെ സ്നേഹിക്കുകയും, അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടുത്തെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന വിശ്വസ്തനായ ദൈവം. അപ്പോൾ അവിടുന്ന് അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയാണ് നമ്മുടെ ആശ്രയം. നിയമാവർത്തനം 32:4. കർത്താവ് പാറയാവുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. തിന്മ അറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം. അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. അപ്പോൾ ദൈവം നീതിമാനായ, സത്യസന്ധനായ, കരുണാനിധിയായ, വാത്സല്യനിധിയായ, സ്നേഹസമ്പന്നനായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ആ വിശ്വസ്തതയെ സകല സൃഷ്ടികളുടെയും മുൻപിൽ, സകല ദൈവദൂതരുടെയും മുൻപിൽ, സകല ചരാചരങ്ങളുടെയും മുമ്പിൽ, സകല മനുഷ്യരുടെയും മുൻപിൽ ദൈവമക്കൾ ആനന്ദത്തോടെ അഭിമാനത്തോടെ പ്രഘോഷിക്കട്ടെ. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിശ്വസ്തത അനേകം കാര്യങ്ങളിൽ നമുക്ക് വായിച്ചറിയാം, അനുഭവിച്ചറിയാം. ദൈവം വാക്കുകളിൽ വിശ്വസ്തനാണ്. അവിടുത്തെ വാക്കുകളിൽ അവിടുന്ന് വിശ്വസ്തനാണ്. സുഭാഷിതങ്ങൾ 30:5-6. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഓരോ വാക്കും നിവൃത്തിയാകുന്നതാണ്. അവിടുത്തെ എല്ലാ പ്രവൃത്തികളും വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പ്രവൃത്തികൾക്കെല്ലാം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്, കാലമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ വചനങ്ങൾ പൂർത്തിയാവും. അങ്ങനെ ഈ യഥാകാലം ഈ ഓരോ വചനവും സത്യമെന്ന് തെളിയുന്നു. ഇവിടെ ഇന്ന് നമുക്ക് ചുറ്റും പരിശോധിച്ചാൽ, ദൈവവചനത്തിൻ്റെ കണ്ണുകളിലൂടെ പരിശോധിച്ചാൽ, ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം.
പ്രത്യേകിച്ച് ഈ അവസാന കാലത്ത്. അവിടുന്ന് നൽകുന്ന കാലത്തിൻ്റെ അടയാളങ്ങളിൽ, അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തികളിൽ, രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പ്രവൃത്തികളിൽ, ദുഷ്ടരുടെ മേലയക്കുന്ന ശിക്ഷകളിൽ, വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ, എല്ലായിടത്തും ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ദൈവം തെളിയിക്കുകയും ചെയ്യും. നമുക്ക് പച്ചയായി പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒന്നാണ്, ഒരേ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. അത് മനുഷ്യൻ വളച്ചൊടിക്കുന്നത് പോലെയോ അത് മനുഷ്യൻ വ്യാഖ്യാനിക്കുന്നത് പോലെയോ വിശ്വസിക്കുന്നതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വായിച്ചു തരുന്ന ദൈവവചനം നമുക്ക് നിശ്ചയമായും വിശ്വസിക്കാം. അത് സത്യമെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് സത്യമെന്ന് ദൈവം തെളിയിക്കും. അത് സത്യമെന്ന് ഈ ലോകം മുഴുവൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് ദൈവത്തെ നിഷേധിക്കുന്നവരും ദൈവവചനത്തെക്കുറിച്ച് ലജ്ജിക്കുന്നവരും ദൈവത്തെയും ദൈവവചനത്തെയും പരിഹസിക്കുന്നവരും ഒരിക്കൽ ഏറ്റുപറയും, ദൈവത്തിൻ്റെ വാക്കാണ് സത്യം. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. അതിന് കർത്താവ് പറയുക, അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. വ്യാഖ്യാതാക്കൾ മുഴുവൻ കൂട്ടിച്ചേർക്കുന്നവരാണ്. അനേകർ കൂട്ടിച്ചേർക്കുന്നു, കുറേ പേര് എടുത്തു കളയുന്നു, കുറേ പേര് വളച്ചൊടിക്കുന്നു, കുറേ പേര് പുതിയ നിറങ്ങൾ കൊടുക്കുന്നു. അതൊന്നും ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം അങ്ങനെ ചെയ്യാൻ മനുഷ്യന് അധികാരമില്ല. കാരണം അത് മനുഷ്യൻ്റെ വാക്കല്ല. അങ്ങനെ ചെയ്താൽ, അവിടുത്തെ വാക്കുകൾ കൂട്ടിച്ചേർത്താൽ, അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും, നീ നുണയനാവുകയും ചെയ്യും. ആരാണ് നുണയൻ? യേശുക്രിസ്തു പറഞ്ഞു, സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളോട് എന്തിൻ്റെ പേരിലായാലും കൂട്ടിച്ചേർക്കുന്നവൻ, അവൻ്റെ ഉള്ളിൽ വസിക്കുന്നത്, ചെയ്യുന്നത് ഒറിജിനൽ സാത്താനാണ് എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി നാം നമുക്ക് ചുറ്റും നടക്കുന്ന അനേകം ഇത്തരം കലാപരിപാടികളെ പരിശോധിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്ക്, അവിടുത്തെ വാക്കുകളിൽ വിശ്വസ്തരാണ്. യെശയ്യാ 46:9-10. പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുവനില്ല. ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ മറ്റാരുമില്ല. ആരുമില്ല എന്ന് ദൈവം തന്നെ തെളിയിക്കും. ഭാവി സംഭവങ്ങൾ തെളിയിക്കും. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദിയിലെ എൻ്റെ ഉദ്ദേശം ഞാൻ വെളിപ്പെടുത്തി. അപ്പോൾ ലോക സൃഷ്ടിയിൽ തന്നെ പിതാവായ ദൈവം അവിടുത്തെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ എഴുതപ്പെട്ടിട്ടുമുണ്ട്. പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുള്ളവ മാത്രമാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നത്. അപ്പോൾ ലോക അവസാനം വരെ, യുഗാന്തം വരെ ഈ ഭൂമിയിൽ സംഭവിക്കേണ്ടത് എന്തെല്ലാമെന്ന് ദൈവം മുൻകൂട്ടി അവിടുത്തെ ആത്മാവിനാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. അപ്പോൾ പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ദൈവം വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവിടുന്ന് വാക്കുകളിൽ വിശ്വസ്തനാണ്. അവിടുത്തെ ഒരു വാക്ക് പോലും പാഴായി പോയിട്ടില്ല, പാഴാകില്ല. അപ്പോൾ അവസാന കാലത്ത് ഈ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ദൈവം ഒരു വഴി ഈ പുസ്തകത്തിൽ, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ അനേകം ആളുകൾ മനുഷ്യനെ വഞ്ചിച്ചിരിക്കുന്നത് അന്ത്യകാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. യുഗാന്തത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ലോക അവസാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച്, ഇങ്ങനെ അനേകം കാര്യങ്ങൾ അനേകം ആളുകൾ പറഞ്ഞാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. സാത്താൻ അനേകം വിധത്തിൽ മനുഷ്യനെ അന്ത്യകാലത്ത് വഞ്ചിക്കും എന്ന് ദൈവം തന്നെ താക്കീത് ചെയ്തിട്ടുള്ളതിനാൽ ഈ അന്ത്യകാലത്ത് യഥാർത്ഥമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ സത്യമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് നമ്മെ അറിയിക്കാൻ, ദൈവമക്കളെ അറിയിക്കാൻ ദൈവവും ഒരു വഴി കണ്ടിട്ട് വെച്ചിട്ടില്ലേ, ഉണ്ടായിരിക്കില്ലേ എന്നാരും പരിശോധിച്ച് നോക്കിയിട്ടില്ല. ഏതാണ് ആ വഴി? അങ്ങനെ ദൈവം ആരെങ്കിലും അയക്കുന്നുണ്ടോ?
അങ്ങനെ അയക്കുന്നവനെ കുറിച്ച് ദൈവത്തിൻ്റെ സാക്ഷ്യമുണ്ടോ? ഇത് ഒരാളും പരിശോധിച്ച് നോക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പരിശോധിച്ചാൽ കാണാം, അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ സദ്വാർത്തയുമായി ദൈവം അയക്കുന്നവനാണ് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് വെളിപ്പെടുത്തുന്നത്. വെളിപ്പെടുത്താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ, വെളിപ്പെടുത്താൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ, വെളിപ്പെടുത്താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ, അവനിലൂടെ വെളിപ്പെടുന്നവയാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ. അതിന് മാത്രമേ ദൈവത്തിൻ്റെ ഗ്യാരണ്ടി ഉള്ളൂ. അതിന് മാത്രമേ ദൈവത്തിൻ്റെ അംഗീകാര മുദ്രയുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് സത്യം എന്ന് പറയുമ്പോൾ അത് ദൈവം അയക്കുന്നവരിലൂടെ വെളിപ്പെടുന്ന വാക്കാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം അയക്കുന്നവരിലൂടെ വെളിപ്പെടുത്തി തരുന്നതാണ് സത്യം. അതാണ് നിറവേറുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ദൈവം അയക്കുന്നവനെ അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് വെളിപ്പെടുത്താൻ ദൈവം അയക്കുന്നവനെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതാരും ശ്രദ്ധിക്കുന്നില്ല, ആരുമൊട്ടാരെയും പഠിപ്പിക്കുന്നുമില്ല. കാര്യം അത് പഠിപ്പിച്ചാൽ പഠിപ്പിക്കുന്നവരുടെ സ്ഥാനവും അവർ കൈയടക്കി വെച്ചിരിക്കുന്ന അധികാര സിംഹാസനങ്ങളും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അപ്പോൾ ദൈവം തൻ്റെ വാക്കുകളിൽ വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവിടെ നിന്ന് വിശ്വസ്തനാണ്. എല്ലാ പ്രവൃത്തിയിലും അവിടെ നിന്ന് വിശ്വസ്തനാണ്. സങ്കീർത്തനങ്ങൾ 111:7 അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിയണ്ടേ? കാരണം ആ പ്രവൃത്തികൾ നീതിയുക്തമാണ്, അത് വിശ്വസ്തമാണ്. അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ കഷ്ടം. 2000 വർഷം മുമ്പ് ദൈവപുത്രൻ യേശുക്രിസ്തു വന്നത് ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്കാണ്. അവിടെ അനേകം ആളുകൾ, പണ്ഡിതര്, ശ്രേഷ്ഠര് ജീവിതകാലം മുഴുവൻ ദൈവവചനം പഠിച്ചവരാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തങ്ങളുടെ ജീവനും സമ്പത്തും എല്ലാം ചിലവഴിച്ചവർ. അവരെ നോക്കി യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിശ്വസിക്കില്ല. പക്ഷെ അവർക്ക് ആ പ്രവൃത്തികൾ അവനിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ പാണ്ഡിത്യമുള്ളത് കൊണ്ടോ വചനത്തിൽ ഡിഗ്രി ഉള്ളത് കൊണ്ടോ അല്ലെ വലിയ ദൈവശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ പാരമ്പര്യം അവകാശപ്പെടുന്നെന്ന് പറഞ്ഞതുകൊണ്ടോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിവേചിച്ചറിയാൻ കഴിയണമെന്നില്ല, കഴിയാൻ സാധ്യതയില്ല എന്ന് പരിശുദ്ധ ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് എത്രയും ശ്രേഷ്ഠമായ ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിയണം. ആ പ്രവൃത്തികൾ വിശ്വസ്തമാണ്. ഇന്ന് നിങ്ങളത് ചെയ്യുന്നുണ്ടോ? ഞാൻ വിശ്വാസിയാണ്, അനേക കാലം പാരമ്പര്യമുള്ള കുടുംബത്തിലെയാണ് എന്നൊക്കെ പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളും കർമ്മങ്ങളിലുമൊക്കെ ജീവിതത്തിൽ ചെയ്ത് അതിൽ സായുജ്യമടഞ്ഞ് എന്തൊക്കെയോ ചെയ്തു ജീവിച്ചാൽ ഞാൻ എവിടെയോ എത്തിച്ചേരുമെന്ന് കരുതി എങ്ങോട്ടെന്നറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കുന്ന വിശ്വാസി, നീ ചിന്തിക്കുന്നുണ്ടോ? നീ വിവേചിക്കുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ? നീ കരുതുന്നവയായിരിക്കണമെന്നില്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ. ഒരുപക്ഷെ നീ തള്ളിക്കളയുന്നവയും പൈശാചികമെന്ന് പറഞ്ഞ് അപഹസിക്കുന്നതും ദൈവത്തിൻ്റെ പ്രവർത്തികളാണെങ്കിലോ? അതുകൊണ്ട് ഈ വചനങ്ങൾ ശ്രവിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ കുഞ്ഞും ദൈവ തിരുസന്നിധിയിൽ ഹൃദയം തുറന്നു വെച്ച് അവനവനെ തന്നെ പരിശോധിക്കണം. ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിനെന്താണ് തടസ്സമെന്ന് തിരിച്ചറിഞ്ഞ് അത് നീ തകർക്കണം. ആരാണ് നിന്നെ തടസ്സപ്പെടുത്തുന്നത് തിരിച്ചറിഞ്ഞ് അവരുടെ അടിമത്തത്തിൽ നിന്ന് നീ പുറത്തിറങ്ങണം. ഇല്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിശ്വസ്തമാണ്. നിയമാവർത്തനം 32:4 നമ്മൾ കണ്ടു, വിശ്വസ്തനാണ് ദൈവം. സങ്കീർത്തനങ്ങൾ 115:1 ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല,
അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. അപ്പോൾ നാം ഈ ചെയ്യുമ്പോഴെല്ലാം നാം എന്തു ചെയ്താലും അതിനെന്താ പറയുന്നത്? അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തു വഴി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എല്ലാം ചെയ്യും. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് വിശ്വസ്തനാണ്. എന്താണ് അവിടുത്തെ പ്രവർത്തികളുടെ ഒരു പ്രത്യേകത? അത് മനുഷ്യൻ്റെ മനസ്സിന് അഗ്രാഹ്യമാണ്, അത് മനുഷ്യ ബുദ്ധിക്ക് അപ്രാപ്യമാണ്, അത് മനുഷ്യൻ്റെ മുമ്പിൽ ദുരൂഹമാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ നിന്ദിക്കുന്നത്. കാരണം മനസ്സിലാകുന്നില്ല. മാനുഷിക കാഴ്ചപ്പാടും ബുദ്ധിയും ചിന്താഗതിയും വെച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പരിശോധിച്ചാൽ തെറ്റുപറ്റും. അങ്ങനെ തെറ്റുപറ്റുമ്പോൾ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നിന്ദിക്കും. അങ്ങനെ നിന്ദിക്കുന്നവർക്ക് എന്ത് പറ്റുമെന്ന് ഏശയ്യാ പ്രവാചകൻ വഴി ദൈവത്തിൻ്റെ ആത്മാവും പൗലോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്രത്യക്ഷരാകും. നിന്ദകരെ കാണുവിൻ, അപ്രത്യക്ഷരാകുവിൻ. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നിന്ദിക്കരുത്. ഇങ്ങനെ അനേകം സ്ഥലത്ത് ദൈവത്തിൻ്റെ താക്കീതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിവേചിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലാത്തതിനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ പ്രവൃത്തികളല്ലെന്നും അല്ലെങ്കിൽ പൈശാചിക പ്രവൃത്തികളെന്നും മുദ്രകുത്തി വലിയ ദുരന്തത്തിലായി തീർന്നിരിക്കുന്നു. പക്ഷേ ഈ തെറ്റൊട്ട് സമ്മതിക്കാനോ ആത്മശോധന നടത്താനോ അവരെ ഒട്ട് ആരും അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് പ്രവൃത്തികളിൽ വിശ്വസ്തനായ ദൈവം തൻ്റെ പ്രവൃത്തികൾ യഥാസമയം പൂർത്തിയാക്കുമ്പോൾ ആ പ്രവൃത്തികളുടെ ഫലം ദൈവത്തിൻ്റെ മകൻ മകൾ എന്ന് അഭിമാനിക്കുന്ന നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഈ പ്രവൃത്തി തിരിച്ചറിയണം. അവിടുന്ന് പ്രവൃത്തികളിൽ വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും പറയാറുള്ള കാര്യമാണ് ദൈവം സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിൽ അവിടുന്ന് വിശ്വസ്തനാണ്. നാം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ഏറ്റവും കൂടുതൽ നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് വിശ്വസ്തമായ വ്യവസ്ഥകളില്ലാത്ത നിത്യസ്നേഹം. ഈ സ്നേഹം തന്ന് നമ്മെ തൃപ്തിപ്പെടുത്താൻ ദൈവപിതാവിന് മാത്രമേ കഴിയൂ. അപ്പോൾ ഈ സ്നേഹത്തിൽ അവിടുന്ന് വിശ്വസ്തനാണ്. വിലാപങ്ങൾ 3:22-23 കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലുമൊക്കെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സാത്താനും മനുഷ്യൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ആദ്യത്തെ ചിന്തയാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല. ഇത് ദൈവമക്കളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദൈവം ആരെയാണോ സ്നേഹിക്കുന്നത് അവരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സാത്താൻ തരുന്ന ഏറ്റവും വലിയ നുണയാണ് ദൈവം സ്നേഹിക്കുന്നില്ല എന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നു, കർത്താവിൻ്റെ സ്നേഹം, അവിടുത്തെ മക്കളോടുള്ള അവിടുത്തെ സ്നേഹം ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അസ്തമിക്കുന്നില്ല. ദൈവമുണ്ടോ, അവിടുത്തെ സ്നേഹമുണ്ട്. ദൈവം അനാദി മുതൽ അനന്തത വരെ നിത്യം നിലനിൽക്കുന്നവനാണ്. എങ്കിൽ അവിടുത്തെ മക്കളോടുള്ള സ്നേഹവും നിത്യം നിലനിൽക്കുന്നതാണ്. അത് മാനുഷികമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അളക്കുമ്പോഴും അറിയാൻ ശ്രമിക്കുമ്പോഴുമൊക്കെയാണ് തെറ്റുപറ്റുന്നത്. അപ്പോൾ അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അപ്പോൾ ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ കർത്താവ് അവിടുത്തെ ചിന്തകളും വഴികളും മനുഷ്യരുടേതിനേക്കാൾ നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ എന്ന് ദൈവം സാക്ഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അങ്ങനെ ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി നമ്മെ സ്നേഹിക്കുന്ന വിശ്വസ്തനായ ദൈവം, അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്നതാണ്. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരുപക്ഷെ ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വചനമാണ് ഇത്. എന്നാൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉദ്ധരിക്കുന്ന ഒരു വചനവുമാണ് അത്. പ്രിയപ്പെട്ടവരെ, ആരെയാണ് ദൈവം സ്നേഹിക്കുന്നത്?
ഈ ദൈവം സ്നേഹിച്ചു എന്ന് പറയുന്ന ലോകം ഏതാണ്? ആരിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏത് കാലത്ത് നടക്കുന്ന കാര്യമാണത്? ആർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത്? എന്താണ് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇതെല്ലാം ഗ്രഹിച്ചാലാണ് ഈ ദൈവവചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൽ ആർക്കും നിത്യജീവൻ നൽകിയിട്ടില്ല. മരിച്ചു സ്വർഗത്തിൽ പോയി അല്ലെങ്കിൽ മരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നവർക്കും ആർക്കും, ആദത്തിൻ്റെ സന്തതികൾക്കാർക്കും ഇതുവരെ നിത്യജീവൻ ലഭിച്ചിട്ടില്ല. അത് യേശു ക്രിസ്തു നൽകിയിട്ട് പോയൊരു വാഗ്ദാനമാണ് എന്ന് ലേഖനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവൻ നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. ഇപ്പോഴും വാഗ്ദാനമാണ്, അത് യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പോൾ നിത്യജീവൻ തരുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ്. അപ്പോൾ അവൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ഈ എഴുതിയിരിക്കുന്നത്. അവൻ്റെ രണ്ടാം വരവിൽ അവൻ യേശു ക്രിസ്തു വരും എന്ന് വിശ്വസിക്കുന്നവരെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം. അപ്പം നൽകിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രനെ വിശ്വസിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഭാവി സംഭവങ്ങൾ തെളിയിക്കും. അപ്പോൾ ഈ വചനത്തിൻ്റെ ഉള്ളറകളിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ എല്ലാ ദൈവമക്കളെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ സ്നേഹം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനെ അവിടുന്ന് സ്നേഹിക്കുന്ന ലോകത്തിലേക്ക് അയക്കാൻ തക്കവണ്ണം അവിടുത്തെ സ്നേഹം വിശ്വസ്തമാണ്, എന്നേക്കും നിലനിൽക്കുന്നതാണ്. യെരമ്യാ 31:1-4 ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ആയിരക്കണക്കിന് വചനങ്ങൾ നമുക്ക് കാണാം. എത്ര പറഞ്ഞാലും മതിയാകില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും. നമ്മൾ ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് വേണം വായിക്കാനും കേൾക്കാനും. ആരുടെ ദൈവമായിരിക്കും എന്ന് തിരിച്ചറിയണം. അവർ എൻ്റെ ജനവുമായിരിക്കും. അപ്പോൾ ഇസ്രായേൽ എന്ന് ദൈവം ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണേ. ഇതും മനുഷ്യന് വലിയൊരു തെറ്റിദ്ധാരണയാണ്. മാനുഷിക കാഴ്ചപ്പാടിൽ ലൗകിക മാനദണ്ഡം അനുസരിച്ച് ഇസ്രായേൽ എന്ന് മനുഷ്യൻ വിവക്ഷിക്കുന്നതല്ല ദൈവം കൊടുത്തിരിക്കുന്ന അർത്ഥം, അഥവാ ദൈവം ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഗണം. ദൈവം ആരെയാണോ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്, ആരാണോ ദൈവത്തിൻ്റെ യഥാർത്ഥ ഇസ്രായേൽ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്, അവരെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് അരുളിച്ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. അത് ഭൗതികമായ മരുഭൂമിയല്ല. അപ്പോൾ മരുഭൂമി എന്താണെന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ മരുഭൂമിയിൽ എത്തിച്ചേരുന്ന ഒരു ഗണം മരുഭൂമിയിലാണ് കൃപ കണ്ടെത്തുന്നത്. അത് 2000 വർഷം മുമ്പ് ലഭിച്ച കൃപയെക്കുറിച്ചല്ല പറയുന്നത്, ലഭിക്കാനിരിക്കുന്ന കൃപയെക്കുറിച്ച്. ലേഖനങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചിരിക്കുന്ന കൃപ ഈ ജനം കണ്ടെത്തുന്നത് ഒരു മരുഭൂമിയിലാണ്. അതിന് മരുഭൂമിയിൽ വരണം. മരുഭൂമിയിലാണ് കൃപ കണ്ടെത്തുന്നത്. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ ദൈവം വിശ്രമിക്കാൻ പോണേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കാൻ പോണേ ഉള്ളൂ. കാരണം അവിടുത്തെ ജോലി പൂർത്തിയായിട്ടില്ല. കാരണം അവിടുത്തെ മക്കൾക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തത് ലഭിച്ചിട്ടില്ല. അതവർ സ്വന്തമാക്കുന്നത് വരെ അവിടുന്ന് അധ്വാനിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും അധ്വാനിക്കുന്നു, ഞാനും അധ്വാനിക്കുന്നു. അപ്പോൾ സ്വർഗം മുഴുവൻ അധ്വാനമാണ്. പിതാവ് അധ്വാനിക്കുന്നു, പുത്രൻ അധ്വാനിക്കുന്നു, പരിശുദ്ധ അമ്മ അധ്വാനിക്കുന്നു, പരിശുദ്ധാത്മാവ് അധ്വാനിക്കുന്നു, മാലാഖമണ്ഡലങ്ങളെല്ലാം അധ്വാനിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുമ്പോഴാണ് മക്കളും പ്രവേശിക്കുന്നത്. അപ്പോൾ ആരാണോ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, അവസാനമില്ല. നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും, മാറ്റമില്ല. കന്യകയായ ഇസ്രായേലേ, ദൈവപുത്രന്റെ മണവാട്ടിയായ ഇസ്രായേലേ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് വരും. അപ്പോൾ ഇതെല്ലാം
അന്ത്യകാലത്ത് പൂർത്തിയാകുന്ന പ്രവചനങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങളാണ്. അപ്പോൾ അവിടുത്തെ സ്നേഹം അനന്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിൽ നാം വിശ്വസിക്കണം. 1 യോഹന്നാൻ 4:16 ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇന്ന് മനുഷ്യൻ ചെയ്യാത്തൊരു കാര്യം. ദൈവം സ്നേഹമാണെന്നൊരു കേട്ടുകേൾവിയുണ്ട്, അവർ പലരും വിചാരിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ജീവിതത്തിൽ വേദനകളും സഹനങ്ങളും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന കാര്യത്തിൽ അവർക്ക് സംശയമാവുന്നു, അല്ലെ അത് നിരാകരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവപിതാവിന് നമ്മളോടുള്ള സ്നേഹത്തിൽ നാം വിശ്വസിക്കണം. ദൈവം സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിൽ അവിടുന്ന് വിശ്വസ്തനാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഇതിൽ വിശ്വസിക്കാൻ കഴിയാത്തത്? അതിൻ്റെ പ്രധാന കാരണവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതേ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 2:15-17 ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യന് ദൈവപിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്തത്? അവനിൽ ലോകത്തിൻ്റെ സ്നേഹമാണ്, ലോകാത്മാവിൻ്റെ സ്നേഹം, ലോക വസ്തുക്കളോടുള്ള സ്നേഹം. ദൈവത്തെക്കാൾ അധികം മറ്റു പലരെയും സ്നേഹിക്കുന്ന ഈ ലോക വസ്തുക്കളിൽ കുടുങ്ങിക്കിടക്കുന്ന അവൻ്റെ പ്രവണത മൂലമാണ്, അവൻ്റെ ആത്മാവ്, അവൻ്റെ മനസ്സ് മുഴുവൻ ഈ ലോകത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ, ഈ ലോകമോഹങ്ങളുടെ അടിമയായതിനാൽ, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത ഇവയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ, ലോക സ്നേഹത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ ദൈവത്തിൻ്റെ സ്നേഹം അറിയാനേ കഴിയുന്നില്ല, അതനുഭവിക്കാനും കഴിയുന്നില്ല. പിന്നെ അങ്ങനെ അവനത് വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്നവന്, ലോകവസ്തുക്കളെ സ്നേഹിക്കുന്നവന്, അതെന്താണെന്ന് മനസ്സിലാക്കണം. സ്നേഹിക്കുന്നവന് പിതാവിൻ്റെ സ്നേഹം അറിയാനും കഴിയില്ല, അനുഭവിക്കാനും കഴിയില്ല. അത് വിശ്വസ്തമാണ് എന്ന് തിരിച്ചറിയാനും കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം വിശ്വസ്തമാണ്, അനന്തമാണ്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കാരുണ്യത്തിൽ അവിടുന്ന് വിശ്വസ്തനാണ്. നമ്മൾ പരിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കുന്ന വചനങ്ങളാണ്. അവിടുത്തെ കാരുണ്യത്തിൽ അവിടുന്ന് വിശ്വസ്തനാണ്. നിയമാവർത്തനം 5:10 എന്നാൽ എന്നെ സ്നേഹിക്കുകയും ഈ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. എന്തൊരു വലിയ വാഗ്ദാനം, ഔദാര്യമാണ് ദൈവത്തിൻ്റെ. സങ്കീർത്തനങ്ങൾ 89:33 എന്നാൽ എൻ്റെ കാരുണ്യം അവനിൽ ഞാൻ പിൻവലിക്കുകയില്ല. അവിടുത്തെ ഹൃദയത്തിനിണങ്ങിയ ദാവീദിൽ നിന്നും, ദാവീദ് ഭവനത്തിൽ നിന്നും. അപ്പോൾ ഏതാണ് ദാവീദ് ഭവനം എന്നും തിരിച്ചറിയണം. അത് മാനുഷിക മാനദണ്ഡം അനുസരിച്ചല്ല. ഈ അന്ത്യകാലത്താണ് വെളിപ്പെടുന്നത് ഏതാണ് യഥാർത്ഥ ദാവീദ് ഭവനം. അപ്പോൾ ദാവീദ് ഭവനത്തിൽ നിന്ന്, കാരണം ദാവീദിൽ നിന്ന് അവിടുത്തെ കാരുണ്യം പിൻവലിക്കുന്നില്ല. എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. അപ്പോൾ ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും യഥാസമയം പൂർത്തിയാക്കി അവിടുത്തെ വിശ്വസ്തത, ദാവീദിനോടുള്ള വിശ്വസ്തത തെളിയിക്കുന്ന വിശ്വസ്തനായ ദൈവം. അവിടുത്തെ കാരുണ്യം ഒരിക്കലും പിൻവലിക്കപ്പെടുന്നില്ല. സങ്കീർത്തനങ്ങൾ 117:2 നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ സ്തുതിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രതി നമ്മോട് അവിടുത്തെ കാരുണ്യം നിത്യം നിലനിൽക്കുന്നതിനാൽ അവിടുത്തെ കാരുണ്യത്തെ സ്തുതിക്കുവാൻ അപ്പോൾ ഓരോ ദൈവമക്കളും എന്തു ചെയ്യണം? കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമായതിനാൽ അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്ന് നിരന്തരം പ്രഘോഷിക്കണം. അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നവരിലാണ് പിതാവ് പ്രസാദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആശ്രയം നമ്മുടെ നീതിയല്ല, നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അവിടുത്തെ കാരുണ്യം ഈ എന്നേക്കും നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ഇങ്ങനെ സങ്കീർത്തനങ്ങൾ മുഴുവൻ നാം പരിശോധിച്ചാൽ അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരുണയെ പ്രകീർത്തിക്കുന്നത് കാണാം. യെശയ്യാ 30:18 അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്ന കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അനുഗ്രഹീതർ. അപ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ കാണാം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന അനേകം ആളുകൾ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവപിതാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഗണമാണ്, ഒരേ ഒരു ഗണമാണ് സിയോൻ. അപ്പോൾ കാത്തിരിക്കണമെങ്കിൽ ആ ദൈവം വരുന്നു എന്ന അറിവുണ്ടാകും. ആ ദൈവം തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ വരും എന്ന ഉറപ്പ് ലഭിക്കണം. പ്രിയപ്പെട്ടവരെ, സദ്വാർത്തയമായി സിയോനിലേക്ക് അയച്ച ദൈവത്തിൻ്റെ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ, ലോകം ജോസഫ് പൊന്നാർ എന്ന് വിളിച്ചവൻ, ഈ ലോകത്തിനു മുമ്പിൽ വിളിച്ചു പറഞ്ഞ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ അറിയിപ്പാണ്, ഇതാ നിന്റെ സ്രഷ്ടാവായ ദൈവം, ദൈവപിതാവ് മക്കളെ സന്ദർശിക്കാൻ വരുന്നു. ഈ അറിയിപ്പ് വിശ്വസിക്കുന്ന ഗണമാണ് സിയോൻ. അപ്പോൾ അവർക്ക് മാത്രമേ ദൈവത്തെ കാത്തിരിക്കാൻ കഴിയുള്ളൂ. വചനം അനേക ഇടങ്ങളിൽ ദൈവത്തിന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ദൈവത്തെ കാത്തിരിക്കുവിൻ, ഇതാ അവിടുത്തെ ആഗമനം സുനിശ്ചിതമാണ്. അപ്പോൾ ദൈവപിതാവിനെ കാത്തിരിക്കുന്ന, ഒരുങ്ങിക്കാത്തിരിക്കുന്ന ഒരു ഗണത്തോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യം അചഞ്ചലമാണ്. അവിടുന്ന് കാരുണ്യത്തിൽ വിശ്വസ്തനാണ്. അപ്പോൾ ദൈവവചനത്തിലുടനീളം പ്രവാചകന്മാർ ഈ കാരുണ്യത്തെ വാഴ്ത്തുന്നത് നമുക്ക് കാണാം. ഇവിടെ എന്നാൽ ദൈവം അനുതപിക്കാൻ അവസരം നൽകിയിട്ട്, അവിടുന്ന് അനുതാപത്തിലേക്ക് വിളിച്ചിട്ട്, അവിടുന്ന് താക്കീത് നൽകിയിട്ട് അത് അവഗണിക്കുന്നവരോട് കർത്താവ് കരുണ പിൻവലിക്കുന്നതിനെക്കുറിച്ചും പരിശുദ്ധ ബൈബിളിൽ സാക്ഷ്യങ്ങളുണ്ട്. നോഹയിലൂടെ അന്ന് ജീവിച്ച ദൈവജനത്തിന് ദൈവം താക്കീത് കൊടുത്തു അവരുടെ തിന്മയിൽ നിന്ന് പിന്തിരിയാൻ. എന്നാൽ ആ താക്കീത് അവഗണിച്ചു. അതുകൊണ്ട് ആ ഗണത്തെ ജലപ്രളയത്തിൽ നശിപ്പിച്ച ദൈവം അവരോട് കാരുണ്യം കാണിച്ചില്ല എന്ന് 2 പത്രോസ് 2-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ലോത്തിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പഞ്ചനഗരത്തിൽ നടമാടിയിരുന്ന ലൈംഗിക അരാജകത്വത്തിൻ്റെ പേരിൽ അവരെ കർത്താവ് താക്കീത് കൊടുത്തിട്ടും അവരാരും അനുതപിക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ദൈവം അവിടുത്തെ കരുണ പിൻവലിച്ചു. ഇനി വചനം ശ്രദ്ധിച്ച്, ഇത് രണ്ടും ഭാവിയിൽ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് ഗുണപാഠമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ ക്രോധം മുഴുവൻ, സാത്താനും അവനുള്ളവരും ദൈവത്തിനും ദൈവമക്കൾക്കുമെതിരെ ചെയ്ത സകല നീചപ്രവർത്തികളും ചെയ്യിപ്പിച്ച സകല പാപത്തിനും അവൻ്റെ മേൽ ശിക്ഷ വിധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം പതിക്കുന്ന സമയത്ത് ആ ക്രോധം പതിക്കുന്നവരോട് ദൈവത്തിന് കരുണ ഉണ്ടായിരിക്കില്ല. അഥവാ അവരിൽ നിന്ന് ദൈവം തൻ്റെ കരുണ പിൻവലിക്കുന്ന ഒരു സമയം. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ അചഞ്ചലമാണ്, കാരുണ്യത്തിൽ അവിടുന്ന് വിശ്വസ്തനാണ് എന്ന് നാം കാണുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണ പിൻവലിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് എന്നും, ആരിൽ നിന്നാണ് അവിടുന്ന് കരുണ പിൻവലിക്കുന്നത് എന്നും, അവിടുന്ന് കരുണ പിൻവലിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നും, ആ വരുന്ന ക്രോധത്തിൻ്റെ കാഠിന്യം എന്താണെന്നും തിരിച്ചറിയാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നാം പരിശോധിക്കണം. ഇത് രണ്ടിനെക്കുറിച്ചും നാം തിരിച്ചറിയണം. സങ്കീർത്തനങ്ങൾ 103:17 എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും, അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഭക്തരുടെ മേൽ അവിടുത്തെ കാരുണ്യം എന്നേക്കും ഉണ്ടായിരിക്കും, അത് മാറ്റപ്പെടില്ല. അപ്പോൾ ഈ കരുണയാലാണ് അവിടെ നമ്മളെ രക്ഷിക്കുന്നത്. ഈ കരുണയാലാണ് അവിടെ നമുക്ക് നീതി നടത്തി തരുന്നത്. എല്ലാം അവിടുത്തെ കാരുണ്യത്താലാണ്, നമ്മുടെ യോഗ്യതയാലല്ല. കർത്താവിൻ്റെ കാരുണ്യമാണ് നമ്മെ നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും എല്ലാം.
ഈ കാരുണ്യം അചഞ്ചലമാണ്. അവിടുത്തെ കാരുണ്യത്തിൽ അവിടുത്തെ വിശ്വസ്തനാണ്. നമ്മൾ അവിടുത്തെ വിശ്വസ്തതയെ പ്രഘോഷിക്കാം. സങ്കീർത്തനങ്ങൾ 92:3 കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യത്തെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത ഉദ്ഘോഷിക്കുന്നത് ദൈവസന്നിധിയിൽ ഏറ്റവും ഉചിതമായ പ്രവൃത്തിയാണ്. നമുക്ക് അവിടുത്തെ വിശ്വസ്തതയെ പ്രഘോഷിക്കാം. കർത്താവേ, അത്യുന്നതനായ പിതാവേ, അവിടുത്തെ വിശ്വസ്തതയെ മക്കൾ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ വിശ്വസ്തതയെ പ്രതി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ വിശ്വസ്തത മഹോന്നതമാണെന്ന് മക്കൾ ഏറ്റുപറയുന്നു. സങ്കീർത്തനോട് ചേർന്ന് അവിടുത്തെ വിശ്വസ്തതയെ നമുക്ക് പ്രഘോഷിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം സംരക്ഷണം നൽകുന്നതിൽ വിശ്വസ്തനാണ്. അവിടുന്നാണ് നമ്മുടെ സംരക്ഷകൻ. സങ്കീർത്തനങ്ങൾ 91:4 തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. അതുമാത്രമാണ് നമ്മുടെ കവചവും പരിചയവും. നമ്മുടെ പിതാവായ അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശ്വസ്തത. അതുകൊണ്ട് ദൈവം അനേക ഇടങ്ങളിൽ മക്കളോട് പറയുന്നു, ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ട സങ്കീർത്തനം 91 അനേകർ പ്രാർത്ഥിക്കാൻ നിരന്തരം ഉപയോഗിക്കുന്ന സങ്കീർത്തനമാണ്. പക്ഷേ അതും പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതാരെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്? ഏത് സമയത്ത് നടക്കുന്ന കാര്യമാണ്? ആരെ സംരക്ഷിക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത്? എന്തിൽ നിന്ന് സംരക്ഷിക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത്? ഇത് ഗ്രഹിച്ചാലാണ് ആ സങ്കീർത്തനത്തിൻ്റെ പൊരുൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ തെറ്റിദ്ധരിച്ചത് കൊണ്ട് അനേകർ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ ഈ സങ്കീർത്തനം എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ സങ്കീർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് സങ്കീർത്തനം 91 അവിടുത്തെ വിശ്വസ്തത സംരക്ഷിക്കുന്നതിൽ അവിടുത്തെ വിശ്വസ്തതയാണ് ദൈവം എടുത്തു കാണിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 40:11 കർത്താവേ, അങ്ങയുടെ കാര്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് അന്ത്യകാലത്ത് ഈ ലോകത്തിൻ്റെ മേൽ പതിക്കാനിരിക്കുന്ന വിനാശത്തിൻ്റെ സമയത്ത്, ക്രോധത്തിൻ്റെ സമയത്ത്, അരാജകത്വത്തിന് അജ്ഞാത ശക്തി ഈ ലോകത്തെ മുഴുവൻ പിട്ടിമുറുക്കി ദൈവത്തിൻ്റെ ഉഗ്രക്രോധം പതിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയുമാണ് നമ്മെ സംരക്ഷിക്കുന്നത്. അപ്പോൾ മക്കളെ സംരക്ഷിക്കുന്നതിൽ അവിടുന്ന് വിശ്വസ്തനാണ്. സങ്കീർത്തനങ്ങൾ 59:16 ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങൻ്റെ കോട്ടയവും അഭയവുമായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. കഷ്ടതയുടെ കാലത്ത് ദൈവമാണ് നമ്മുടെ കോട്ടയും അഭയവും. വേറെ ഒരു അഭയവുമില്ല. മനുഷ്യൻ ആശ്രയിക്കുന്ന സമ്പത്തോ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ അധികാരങ്ങളോ മറ്റെന്തുമായിക്കോട്ടെ, ഈ ലോകം അവന് കൊടുത്ത എന്തുമായിക്കോട്ടെ, ഇതൊന്നും ഈ കഷ്ടതയുടെ കാലത്ത് അഭയമാകില്ല, കോട്ടയാകില്ല, ആശ്രയമാകില്ല. അവിടെ നമ്മുടെ ഏക ആശ്രയം ദൈവമാണ്. നമുക്ക് അവിടുത്തെ ആശ്രയിക്കാം, കാരണം അവിടുന്ന് വിശ്വസ്തനാണ്. സങ്കീർത്തനങ്ങൾ 94:18 എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ഈ അനുഭവം അനേകർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ കാൽ വഴുതുന്നു എന്ന് വിചാരിച്ചപ്പോഴേക്കും ദൈവത്തിൻ്റെ കാരുണ്യം നമ്മെ താങ്ങി നിർത്തുന്നു. കാരണം അവിടുത്തെ വിശ്വസ്തത അചഞ്ചലമാണ്. സങ്കീർത്തനങ്ങൾ 91:14 അവൻ സ്നേഹത്തിനോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അപ്പോൾ സങ്കീർത്തനങ്ങൾ 91 ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കണം. അവിടുത്തെ നാമം അറിയണം. പ്രിയപ്പെട്ടവരെ,
ആദം മുതൽ ഇന്ന് വരെ മറയ്ക്കപ്പെട്ട ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തപ്പെട്ടത് ഈ അന്ത്യകാലത്ത് സദ്വാർത്ത എന്ന ദൈവ ശുശ്രൂഷ വഴിയാണ്. ആ നാമം അറിയുകയും ആ നാമത്തിൽ ആശ്രയിക്കുകയും ആ നാമത്തെ ആരാധിക്കുകയും ആ നാമത്തെ മഹത്വപ്പെടുത്തുകയും ആ നാമത്തിൽ എല്ലാ ആശ്രയവും വെക്കുകയും ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കും. കാരണം ദൈവത്തിൻ്റെ നാമമാണ് സുശക്ത ഗോപുരം. നീതിമാൻ അതിൽ ഓട്ടിക്കയറി സുരക്ഷിതനായിരിക്കും. അപ്പോൾ ദൈവം അവിടുത്തെ സംരക്ഷണത്തിന് നൽകുന്ന കാര്യത്തിൽ വിശ്വസ്തനാണ്. ഇവിടെ അവിടുത്തെ സംരക്ഷണത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന അനേകം വചനങ്ങൾ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ അഭയമായ, നമ്മുടെ ശക്തിദുർഗമായ, കഷ്ടയുടെ കാലത്ത് നമ്മുടെ സങ്കേതമായ ദൈവത്തെയും അവിടുത്തെ വിശ്വസ്തതയും പ്രകീർത്തിക്കുന്ന അനേക വചനങ്ങൾ നമുക്ക് കാണാം. അവിടുന്ന് സംരക്ഷിക്കുന്നതിൽ വിശ്വസ്തനാണ്. പ്രഭാഷകൻ 34:16 തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവേലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. നമ്മൾ ഓരോ വാക്കും എടുത്ത് നാം ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. അവിടുന്ന് ഇതെല്ലാമാണ്: ശക്തമായ സംരക്ഷണം, ഉറപ്പുള്ള താങ്ങ്, ചുടുകാറ്റിൽ അഭയകേന്ദ്രം, പൊരിവേലിൽ തണൽ, ഇടറാതിരിക്കാൻ സംരക്ഷണം, വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ അവിടുന്ന് സംരക്ഷിക്കും എന്ന് നമ്മോട് വാഗ്ദാനം ചെയ്താൽ, വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവം സംരക്ഷിച്ചിരിക്കും. അതുകൊണ്ടാണ് ദൈവമക്കൾ അവിടുന്ന് വീണ്ടും വീണ്ടും പറയുന്നത്, ഭയപ്പെടേണ്ട. യെശയ്യാ 26:3 അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ, അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നവരെയാണ് അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ സമാധാനം നൽകി, നിറഞ്ഞ സമാധാനം നൽകി സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാമെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഉത്തരം കിട്ടുന്നതായി ചിലപ്പോൾ അനുഭവപ്പെടണമെന്നില്ല. അതിന് അനേകം കാരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം. അത് ദൈവം ഉത്തരം നൽകുന്നതിൽ അവിശ്വസ്തനായതുകൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. സങ്കീർത്തനങ്ങൾ 69:13-14 കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്നു തോന്നുമ്പോൾ എനിക്ക് ഉത്തരമല്ലണമേ. അപ്പോൾ ദൈവം ഉചിത സമയത്ത് ഉചിതമായ രീതിയിൽ ഉത്തരം നൽകും. തിന്മയായത് ചോദിച്ചാൽ അവിടുന്ന് തരില്ല. തരേണ്ട സമയത്തിന് മുമ്പ് അവിടുന്ന് തരില്ല. അതവിടുന്ന് ഉത്തരം നൽകില്ലാത്തതിൻ്റെ അടയാളമല്ല, അവിടുന്ന് വിശ്വസ്തനായതുകൊണ്ടാണ്. അവിടുന്ന് സ്നേഹസമ്പന്നനും കരുണാസമ്പന്നനുമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ. ദൈവം സർവജ്ഞാനിയല്ലേ, അവിടുത്തേകളെ അറിയാവുന്ന എപ്പോഴാണ് നമുക്കത് കിട്ടേണ്ടതെന്ന്. അപ്പോൾ ഉചിതമെന്ന് തോന്നുമ്പോൾ ഉത്തരമരളണമേ, ഉത്തരമരളും. രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. ഇവിടെ 2000 വർഷം മുമ്പ് യേശുക്രിസ്തു വന്ന് നമുക്ക് രക്ഷ നൽകി. അത് രക്ഷയുടെ അഡ്വാൻസ് മാത്രമാണ്. അതേ യേശുക്രിസ്തുവാണ് അവൻ്റെ രണ്ടാം വരവിൽ രക്ഷയുടെ പൂർണ്ണത നൽകുന്നത്. കാരണം അനേക വചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടി. അങ്ങനെ രക്ഷയുണ്ട്, രക്ഷയുടെ പൂർണ്ണത, നിത്യരക്ഷ. ഈ രക്ഷ നൽകുന്നത് കർത്താവിൻ രണ്ടാം വരവിലാണ്. ഈ രക്ഷ നൽകാൻ വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന ദൈവത്തിൻ്റെ ഏകജാതനാണ് ഈ എംപറർ ഇമ്മാനുവേൽ. അത് മനുഷ്യൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവൻ ദൈവപുത്രൻ തന്നെ. അവന് ദൈവപുത്രനാകാൻ ഈ ലോകത്തിലെ ഏതെങ്കിലും അധികാരികളുടെയോ മനുഷ്യൻ്റെയോ പണ്ഡിതൻ്റെയോ ബുദ്ധിജീവിയുടെയോ സമ്മതം വേണ്ടല്ലോ. ദൈവപുത്രൻ ആരാണെന്ന്, എംപറർ ഇമ്മാനുവേൽ ആരാണെന്ന് അവൻ തന്നെ തെളിയിച്ചോളും. അപ്പോൾ
വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേൽ നമുക്കൊരു നിത്യരക്ഷ നൽകാനിരിക്കുന്നു. ഈ രക്ഷയുടെ വാഗ്ദാനത്തിൽ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് തൻ്റെ പുത്രനെ വീണ്ടും അയച്ചത്. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന്, സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. അപ്പോൾ ദൈവം നമ്മോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ ഉത്തരം നൽകും എന്നൊക്കെ അവിടുന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഉത്തരം കിട്ടാത്തതിന് കാരണം? അതും കർത്താവ് പറയുന്നുണ്ട്. യെശയ്യാ 59:1-2 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, ഒരിക്കലും കുറുകിപ്പോവില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിക്കില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ പാപം മൂലം മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അപ്പോൾ ആ പാപം ഉപേക്ഷിക്കാതെ, ആ പാപത്തെക്കുറിച്ച് അനുതപിക്കാതെ, ആ പാപ സാഹചര്യങ്ങളെ, പാപഹേതുക്കളെ നിന്റെ കൺമുമ്പിൽ നിന്ന് മാറ്റാതെ ഈ മറ മാറ്റപ്പെടില്ല. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു, സത്യമല്ലാത്തത്. ദൈവവചനമാണ് സത്യം. അപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായത് പറയുന്നു. നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല. സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല. അവർ പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും നുണ പറയുകയും ചെയ്യുന്നു. അവർ തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു. ഇതൊക്കെയാണ് കാരണം, ദൈവം പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം. അപ്പോൾ വിശ്വസ്തനായ ദൈവം യോഗ്യരായവരുടെ പ്രാർത്ഥനയ്ക്ക് അത് ചോദിച്ച് തീരുന്നതിന് മുൻപേ ഉത്തരം നൽകുന്നവനാണ്. റോമ 8:31-32 ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ആര് നിന്നിട്ടെന്ത് കാര്യം? സുപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ, ഉന്നതനായ പിതാവ്, അത്യുന്നതനായ ദൈവം, അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പോൾ സ്വന്തം പുത്രനെ, പരിശുദ്ധനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ബലിയാകാൻ മാത്രം വിട്ടുതന്ന ദൈവപിതാവ് അവനോടുകൂടെ ആർക്ക് വേണ്ടിയാണോ യേശു ക്രിസ്തു മരിച്ചത് അവർക്ക് സകലതും ദാനമായി നൽകാതിരിക്കുമോ? അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരിക്കുമോ? അവിടുന്ന് ഉത്തരം നൽകുന്നതിൽ വിശ്വസ്തനാണ്. മത്തായി 7:8-11 ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്, നല്ലവനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പോൾ നാം ദൈവസന്നിധിയിൽ ചോദിക്കേണ്ടത് എന്താ? ദൈവത്തിന് മുൻപിലെ നന്മകൾ ചോദിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഉത്തരം നൽകുന്നതിൽ വിശ്വസ്തനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അനേകം വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ പോലും ഇപ്പോഴും പൂർത്തിയാകാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തൻ അല്ലാത്തത് കൊണ്ടല്ല. ഓരോ സംഗതിക്കും, ഓരോ കാര്യത്തിനും സർവജ്ഞാനിയായ ദൈവം ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നതിനാൽ ആ യഥാസമയം പാർത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ യഥാസമയം ഈ വാഗ്ദാനങ്ങളെല്ലാം അവിടുന്ന് പൂർത്തിയാക്കും. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം അടിവരയിട്ട് നമ്മെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാക്കാണ്, കർത്താവ് വാഗ്ദാനങ്ങളിൽ
വിശ്വസ്തനാണ്. സങ്കീർത്തനങ്ങൾ 119, 140 അങ്ങയുടെ വാഗ്ദാനം വിശ്വസ്തമെന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം അതിനാദ്യം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അറിയണം. അത് ഈ ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങൾ നിനക്ക് തരാം എന്ന് പറയുന്നതല്ല. നിനക്ക് വീട് വെച്ച് തരാം, എൻ്റെ പെണ്ണിനെ കെട്ടിക്കാം, ചൊറി മാർത്തി തരാം, അല്ലെങ്കിൽ മക്കളെ വിദേശത്ത് താമസിപ്പിക്കാം, അവർ നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിച്ചുകൊണ്ട് പറയുന്നതൊന്നും ദൈവത്തിൻ്റെ വാഗ്ദാനമല്ല. ഈ ലോകരാജ്യത്തിൻ്റെ കാര്യങ്ങളല്ല ദൈവത്തിൻ്റെ വാഗ്ദാനം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്താണെന്ന് കൃത്യമായി വെളിപ്പെടുത്തപ്പെട്ടത് സദ്വാർത്ത, സിയോനിൽ പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്തയിലൂടെയാണ്. എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനം? ഈ വാഗ്ദാനങ്ങളിലാണ് അവിടുന്ന് വിശ്വസ്തൻ. അത് തെളിയിക്കപ്പെടുന്നു. ഈ ദാസൻ അതിനെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ നാം സ്നേഹിക്കണം. സങ്കീർത്തനങ്ങൾ 145, 13 അവിടുത്തെ രാജത്വം ശാശ്വതമാണ്. ദൈവമാണ് ഈ യഥാർത്ഥ രാജാവ്, നിത്യനായ യുഗങ്ങളുടെ രാജാവ്. അവിടുത്തെ രാജത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. അവിടുന്ന് ദൈവമാണ്. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. മനുഷ്യനെ പോലെയല്ല. അവിടുത്തെ വാഗ്ദാനം നിത്യമാണ്. അത് അവിടുന്ന് നിറവേറ്റുക തന്നെ ചെയ്യും. 2 തിമോത്തിയോസ് 2, 11, 13 ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടി വാഴും. അപ്പോൾ വാഴുന്നത് രാജാക്കന്മാരാണ്. അപ്പോൾ അങ്ങനെ രാജത്വം ലഭിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തു അവന് പിതാവ് നൽകിയ രാജ്യം ആർക്ക് നൽകും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ അവരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയും നിഷേധിക്കും. അത് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ എന്നെയോ എൻ്റെ വചനത്തെയോ ഏറ്റു പറയുന്നവന് ഞാനും പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും മുമ്പിൽ ഏറ്റുപറയും. എന്നാൽ തള്ളിപ്പറയുന്നവനെ അവൻ തള്ളിപ്പറയുകയും ചെയ്യും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ആശ്വാസം തരുന്നൊരു വചനമാണ്. മാനുഷികമായ കുറവുകൾ നമുക്കുണ്ട്. തെറ്റ് പറ്റിപ്പോകാം, അറിഞ്ഞും അറിയാതെയും ഒക്കെ ചിലപ്പോൾ തെറ്റുകളിൽ വീഴാം. എന്നാലും ദൈവത്തിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നു. നാം അവിശ്വസ്തരായിപ്പോയാലും, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനാണ്. അപ്പോൾ നമ്മോട് വാഗ്ദാനം ചെയ്ത നാം സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോയി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാം അവിശ്വസ്തരായിരുന്നാലും, അത് അവിശ്വസ്തരാകാനോ പാപം ചെയ്യാനോ ഉള്ള ലൈസൻസ് അല്ല. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഔന്നത്യമാണ് ഇവിടെ കാണുന്നത്. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. കാരണം അവിടുന്ന് വിശ്വസ്തനായ ദൈവം, അവിടുത്തെ പുത്രൻ വിശ്വസ്തനായ കർത്താവ്, അവിടുത്തെ പുത്രി വിശ്വസ്തയായവൾ, അവിടുത്തെ ആത്മാവ് വിശ്വസ്തമായവൻ. ദൈവം വിശ്വസ്തനാണ്. എബ്രായർ 10, 23, 25 നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ, നമ്മോട് വാഗ്ദാനം ചെയ്ത ദൈവം വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലത്ത് ദൈവം അയച്ച ദൂതനിലൂടെ അവിടുന്ന് പ്രഘോഷിച്ച സദ്വാർത്തയിൽ അനേകം പ്രത്യാശകൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ഈ പ്രത്യാശ നാം ഏറ്റുപറയുകയും അതിൽ സ്ഥിരതയുള്ളവരായിരിക്കുകയും ചെയ്യണം. എന്തെന്നാൽ നമ്മോട് വാഗ്ദാനം ചെയ്ത ദൈവം, നമ്മുടെ പിതാവ് വിശ്വസ്തനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത നാം അനവരതം പ്രഘോഷിക്കണം. എബ്രായർ 11:11 തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ
വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അബ്രാഹവും പൂർവ്വപിതാക്കന്മാരും അനേകരും നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. നമ്മോട് വാഗ്ദാനം ചെയ്ത ദൈവം വിശ്വസ്തനാകയാൽ നാം ആ വാഗ്ദാനങ്ങളിൽ ആട്ടിയുറച്ചു വിശ്വസിക്കണം. അങ്ങനെ നീതീകരിക്കപ്പെടുകയും വിശ്വാസം പ്രാപിക്കുകയും ആ വാഗ്ദാനങ്ങൾ പ്രാപിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് തൻ്റെ വിളിയിൽ വിശ്വസ്തനാണ്. അവിടെ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ആരെയാണ് വിളിക്കുന്നത്, എന്തിനാണ് വിളിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അനേകരെടുത്ത് ഉപയോഗിക്കുന്നൊരു വാക്കാണ് ദൈവത്തിൻ്റെ വിളി, ദൈവവിളി. അതെന്താണെന്ന് മനസ്സിലാക്കുക കൂടി ചെയ്യാതെയാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവമാണ് വിളിക്കുന്നതെങ്കിൽ അവിടുത്തെ വിളിയിൽ അവിടുന്ന് വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 1:9 തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ എന്തിലേക്കാണ് വിളി? ദൈവപുത്രൻ യേശു ക്രിസ്തുവുമായി ഒന്നിച്ചു വസിക്കുക. എവിടെയാണ് ദൈവപുത്രൻ വസിക്കുന്നത്? അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. അതാ യേശു ക്രിസ്തു വന്നിട്ട് പോയ വാഗ്ദാനം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ ഞാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടത്. അതാണ് ദൈവപുത്രനുമായുള്ള സഹവാസം. അത് ആത്മാവായിട്ടല്ല, ആത്മശരീരങ്ങളോടെ. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ അവൻ ആരെയാണോ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവർക്കാണ് വിളി. അതാണ് വചനം പറയുന്നത്. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക്, യേശു ക്രിസ്തുവിനോടൊപ്പം ദൈവപിതാവിനോടുകൂടെ വസിക്കുവാൻ, ആത്മശരീരങ്ങളോടെ വസിക്കുവാൻ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ ആ വിളി സ്വീകരിച്ചവർക്കാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കാൻ കഴിയുള്ളൂ. അവർക്ക് അതിൽ വിശ്വസിക്കാനും കഴിയുള്ളൂ. 2 പത്രോസ് 1:3 തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ, പിതാവിനെ അറിയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ദൈവപുത്രനിലൂടെ ദൈവിക ശക്തി, ആ വാഗ്ദാനം സ്വന്തമാക്കാൻ വേണ്ടതെല്ലാം പ്രദാനം ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ വിളി മാറ്റപ്പെടില്ല. ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും നിത്യമാണ്. 2 തെസ്സലോനിക്ക 2:14 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടെ നിങ്ങളെ വിളിച്ചു. അപ്പോൾ ദൈവപുത്രനോടുകൂടെ അവൻ്റെ മഹത്വത്തിൽ ദൈവപിതാവിൻ്റെ ഭവനത്തിൽ നിത്യം വസിക്കാനുള്ള വിളി ലഭിക്കുന്നത് ദൈവം അയക്കുന്നവരിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്തയിലൂടെയാണ്. അത് മനുഷ്യൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് ദൈവത്തിൻ്റെ സത്യം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി ഇതാണ്, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവം അയക്കുന്നവനിൽ, ദൈവം അയച്ചവരിൽ വിശ്വസിക്കാത്ത ആരും ഈ വിളി ലഭിച്ചവരല്ല. എന്നാൽ വിളി ലഭിച്ചവരുടെ കാര്യത്തിൽ അവിടുന്ന് ഈ വിളിയിൽ വിശ്വസ്തനായ ദൈവമാണ്. 1 കൊരിന്ത്യർ 10:13 മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കില്ല. അപ്പോൾ സാത്താൻ ഏതൊക്കെ പരീക്ഷണങ്ങളുമായി വന്നാലും, ഏതെല്ലാം പ്രലോഭനങ്ങൾ കൊണ്ടുവന്നാലും, ഏതെല്ലാം ഞെരുക്കങ്ങൾ കൊണ്ടുവന്നാലും ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനവും ഉണ്ടാകാൻ അനുവദിക്കില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അതാണ് അവിടുത്തെ വിശ്വസ്തത. അതാണ് അവിടുത്തെ വിശ്വസ്തത. അപ്പോൾ പ്രലോഭനങ്ങളുമായി സമീപിക്കുമ്പോൾ
നിനക്ക് ശക്തി തന്ന് അവനെ കീഴ്പ്പെടുത്തി വിജയിക്കാൻ നിന്റെ കൂടെ നിൽക്കുന്ന വിശ്വസ്തനായ ദൈവമാണ് അത്യുന്നതനായ പിതാവ്. 1 തെസ്സലോനിക്ക 5:23-24 സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. ഇത് ഈ വിളി ലഭിച്ചവരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ സദ്വാർത്തയിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം അവിടുന്ന് അയക്കുന്നവരിലൂടെ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആ വിളി നീ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ആ വിളി സ്ഥിരപ്പെടുത്തുന്നതിൽ നീ ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ആ വിളിയിലൂടെ നിനക്ക് വാഗ്ദാനം ചെയ്തത് നിനക്ക് ലഭിക്കുന്ന കാര്യത്തിൽ ദൈവവും പ്രവർത്തിച്ചിരിക്കും. കാരണം അവിടുന്ന് വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സങ്കീർത്തനകൻ വിളിച്ചു പറഞ്ഞത്, കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും, എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. അത് നമുക്ക് ഹൃദയം നിറഞ്ഞ അഭിമാനത്തോടെ ആനന്ദത്തോടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ പ്രകീർത്തിക്കാം, അത് പ്രഘോഷിക്കാം, അവിടുത്തെ വിശ്വസ്തതയെ മഹത്വപ്പെടുത്താം. വിശ്വസ്തനായ ദൈവം എൻ്റെ പിതാവാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആനന്ദിക്കാൻ ഓരോ ദൈവമക്കൾക്കും കഴിയട്ടെ. മനുഷ്യരിലേക്കും മാനുഷിക സംവിധാനങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും തിരിയട്ടെ. നിങ്ങളുടെ ആശ്രയം ദൈവമായിരിക്കട്ടെ. മനുഷ്യനിൽ ഇനി ആശ്രയിക്കരുത്. മാനുഷിക സമ്പത്തിലോ മാനുഷിക സംവിധാനങ്ങളിലോ അല്ല നാം ആശ്രയിക്കേണ്ടത്, വിശ്വസ്തനായ നമ്മുടെ പിതാവായ ദൈവത്തിലാണ്. അവിടുന്ന് വിശ്വസ്തനാണ്. അപ്പോൾ ദൈവത്തിലേക്ക് തിരിയാൻ, അവിടുത്തെ വചനത്തിലേക്ക് തിരിയാൻ, അവിടുത്തെ പ്രവൃത്തികളുടെ രഹസ്യങ്ങൾ അറിയാൻ, അവിടുന്ന് അന്ത്യകാലത്ത് ഒരുക്കുന്ന ദൈവിക രഹസ്യങ്ങളുടെ മഹത്വം തിരിച്ചറിയാൻ ഓരോ ദൈവമക്കളുടെയും കണ്ണുകൾ അവിടുന്ന് തുറക്കട്ടെ എന്ന് വിശ്വസ്തനായ ദൈവം അതിന് അവരുടെ മേൽ കരുണ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.